ഇതെന്താ ട്രെയിന്? ഓ ഇതിന്റെ നടുവില് വെച്ചിട്ട് അല്ലേ? ആ മുട്ട ഒഴിക്കണതല്ലേ? ബുൾസൈ പോലെ. ശരി. അപ്പൊ ഇത്രയും ബ്രെഡ് നാശാവല്ലേ? ഈ ബ്രെഡ് അവസാനം അതിന്റെ മേലെ വെക്കും. മനസ്സിലായി മനസ്സിലായി. ക്രിയേറ്റിവിറ്റി അല്ലേ ഇതൊക്കെ? ഞാൻ കുറെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി ഒന്നുമല്ല. ഈ ലോകത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഇന്ന് ഞാൻ ഓൾറെഡി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതാണ്. പക്ഷെ രംഷേട്ടനെ അങ്ങോട്ട് കഴിക്കാൻ ഒരു കൂത്തി അല്ലേ? വേണ്ട എനിക്ക് പൊതുവെ എഗ് ഇഷ്ടല്ല. പിന്നെ ബുൾസൈ ഒന്നും ഇഷ്ടല്ല. വേണമെങ്കിൽ എനിക്ക് മിത്തൂനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരു കഷ്ണം ഉണ്ടാക്കിക്കോളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ജപ്പാനും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗസ്റ്റും അങ്ങനെ അല്ലെ, ഒരു ജൂൺ ആയത് ഞങ്ങൾ അറിഞ്ഞില്ല, അത്ര ബിസി ആയിരുന്നു. അപ്പൊ ഇനിയാണ് ഇന്നത്തെ ദിവസമാണ് നമ്മൾ ചെറിയൊരു ക്ലീനിങ്ങും പരിപാടിയും. പിന്നെ ഞാൻ ജൂൺ ആയിട്ടൊന്ന് നന്നാവാന്ന് വിചാരിച്ചത്. അല്ല, ഒരു മാസമായിട്ട് മോശമായിരുന്നു ഭക്ഷണമാണെങ്കിലും. അല്ല, 1 month ആയിട്ട് ആക്ച്വലി ഒരു പ്രോപ്പർ രീതിയിലായിരുന്നില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ജൂണിൽ മിത്തൂര് 4-ാം തീയതി സ്കൂൾ തുറക്കുന്ന പറഞ്ഞിരുന്നത്. പക്ഷെ അവരത് പിന്നെ മാറ്റി 8-ാം തീയതിക്ക്. ഇവിടെ എല്ലായിടത്തും 8-ാം തീയതിയാണ്. പിന്നെ സ്റ്റേറ്റ് ബോർഡ് 15-ാം തീയതി തുറക്കുള്ളൂ. ചൂടുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു 8-ാം തീയതി മുതൽ നന്നാവാന്ന്. പക്ഷെ വേണ്ടായിരുന്നു, 4 ദിവസം മുന്നേ നന്നാവാന്ന് വിചാരിച്ചു. അപ്പൊ നാളെ നന്നാവാനൊക്കെ ഡേറ്റ് തീരുമാനിച്ച് അതിന് ഷെഡ്യൂൾ ചെയ്തിട്ട് പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക തരം ജീവിതമാണ്. അല്ല, അതെന്താ സംഭവം? നന്നാവാൻ ഒരു ഡേറ്റ് വേണമെന്ന്. നന്നാവല്ല, എന്താ സംഭവം എന്ന് വെച്ചാ ഇന്ന് ഫുൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർക്കുക. എന്നിട്ട് കാരണം വന്നതിന് ശേഷം ഒരു പ്രോപ്പർ ക്ലീനിങ്ങിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് സ്കൂള് തുറക്കുമ്പോഴേക്കും നമ്മള് എന്താ പറയാ മീൽ പ്രപ്പ് പരിപാടികൾ ഉണ്ടല്ലോ. അപ്പൊ അതിപ്പോ ഭയങ്കരമായിട്ട് യൂട്യൂബിലും ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ടും ചെയ്ത് സക്സസ് ആയി. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു വലിയ ബുക്ക് നിറയെ മീൽ പ്രപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നാളെ അത് ചെയ്യാനുള്ള പരിപാടിയായി. ഞാനൊരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ ചെയ്യുന്ന 3 ഡേയ്സിനുള്ള ഒരു മീൽ പ്രപ്പ്, ട്രയൽ മീൽ പ്രപ്പാണ് 3 ഡേയ്സിന്. അത് സക്സസ് ആവുകയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിനും ഒന്നിനും സമയം കിട്ടുന്നില്ല. ഈ മീൽ പ്രപ്പ് ചെയ്തിട്ട് കുറെ ചെയ്യാൻ പറ്റുമോ, ജൂൺ മുതൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്താ രംഷന്റെ അഭിപ്രായം? അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് എന്റെ പണി നോക്കട്ടെ. കുറച്ച് എഡിറ്റിംഗ് പണിയുണ്ട്. ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു 3 വീഡിയോ റെഡി ആക്കാനുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, അതൊക്കെ സ്വയം ചെയ്യും. അപ്പോൾ ഇതാണ് രംഷേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ സംഭവം. ഇത് സ്പെഷ്യൽ അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വട്ടത്തിലാക്കിയിട്ടുള്ളത് സംഭവം അടിപൊളിയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. ഞാനിത് തകൃതിയായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ സത്യം പറഞ്ഞാൽ കുറേ ആയി ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ജപ്പാനിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ വന്ന് ഈ മെയ് മാസം പോയതറിഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്കൂൾ തുറക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതാ ഈ ചെറിയൊരു ക്ലീനിങ്ങും പരിപാടികളൊക്കെ റെഡിയാക്കാം. മെയിനായിട്ട് ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജ് കുറേ കാലമായിട്ട് അങ്ങനെ വെക്കുന്നത്. അപ്പം മീൽ പ്രപ്പിനൊക്കെ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കണം. ഭയങ്കര സ്മെല്ല് വരും ഫ്രിഡ്ജിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കുമ്പോൾ. കുറേ കാലമായിട്ടില്ലെങ്കിൽ പണ്ടൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുണ്ട്. ഈ ഒരു ലെമണും സംഭവമൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ മാറ്റാറുള്ളത്. ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ അഗാരോന്റെ എലൈറ്റ് റെഫ്രിജറേറ്റർ ഡിയോഡൈസർ. ഇത് ആന്റി ബാക്ടീരിയൽ ആൻഡ് ഫുഡ് സേഫ് ആണ്. അതുപോലെ ബാഡ് ഓർഡറൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഡിയോഡ്രൈസ് ചെയ്തിട്ടോ 99% വരെ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ്. അതുപോലെ കമ്പോസിറ്റ് നാനോ കാറ്റലിക് മെറ്റീരിയൽ ആണ്. ഇതിൽ ബാഡ് ഓർഡേഴ്സ് ഒക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് അതൊരു നാച്ചുറൽ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഫീല് വരും. ഇതിന് ഫ്രാഗ്രൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഷൂറാക്കിലും വാർഡ്രോബിലും ഒക്കെ വെക്കാൻ പറ്റും. കോമ്പാക്റ്റ് ആണ്, ഈസി ആണ് കേട്ടോ, എവിടെ വേണമെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സേഫ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് ലെഡ്, ഹെവി മെറ്റൽസ്, ഹാംഫുൾ കെമിക്കൽസ് എന്നൊക്കെ ഫ്രീ ആണ്. അതുപോലെ 36 to 48 hours കേട്ടോ ഇത് വർക്കായി തുടങ്ങുക. അത്രയല്ല, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്ലീനിങ് ഭയങ്കര ഈസിയാണ് കേട്ടോ. ജസ്റ്റ് ഒരു സോഫ്റ്റ് ഡ്രൈ ക്ലോത്ത് ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും സ്റ്റക്കായി തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് ആയിട്ട് മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഷാർപ്പ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള സാധനങ്ങളോ ആയിട്ടൊന്നും അതിൽ ക്ലീൻ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാനോ അതുപോലെ വെള്ളത്തിലിടാനോ ഒന്നും പാടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഇതിന് പുറമെ ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിൽ യൂസ് ചെയ്യാം, നമുക്ക് കാറിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെ എവിടെയൊക്കെ വേണമെങ്കിലും അവിടെയൊക്കെ നമുക്കൊരു പ്യൂരിഫയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നോക്കൂ, ഇനി നമുക്ക് വേഗം പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം.
അപ്പോൾ ഇനി ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇന്ന് എന്തെങ്കിലും ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിത്തും അവിടെ അന്തം വിട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതാണ്. ഈയിടെയായിട്ട് അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ബിഹൈൻഡ് ദ ക്യാമറയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാനധികം നിർബന്ധിക്കാറുമില്ല. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലേ അതെങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉമ്മ തന്നെ എന്നെ സോപ്പിടുകയാണ്. എന്നാലും എനിക്ക് വേണ്ടി വരും. പക്ഷേ ഞാനത് വിചാരിക്കും അത് ശരിയല്ലല്ലോ, എനിക്ക് വേണ്ടി വരുന്ന ആൾക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെയാണ്. എന്നാലും അമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാണാം. ഇനിയിപ്പോൾ അറിയില്ല, ഓരോ ജെൻസികളുടെ ഓരോ കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മസൂർ ദാലിൻ്റെ ഒരു ദാൽ കറി, തേങ്ങ അരച്ച ദാൽ കറി, നെയ്ച്ചോറുമാണ് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷോർട്സിൽ കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ സാധാരണ നെയ്യിൽ വറുത്ത നെയ്യ് നോക്കുമ്പോഴാണെങ്കിൽ ഇത്തിരി നെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെ നെയ്യ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും എന്തായാലും. അപ്പോൾ സാധനങ്ങളൊക്കെ എഴുതി വെച്ചൊക്കെ റെഡി ആക്കണം, നാളെ ബാക്കി പോയി വാങ്ങണം. ഇപ്പം ഇന്നിപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടാണ്. അപ്പോൾ കൈമ റൈസ് എടുത്ത് ചെറിയ ഉള്ളിയും പിന്നെ സ്പൈസസ്, ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് അരി ഞാൻ നന്നായിട്ട് വഴറ്റും കേട്ടോ. ബിരിയാണി ആണെങ്കിലും ഇതാണെങ്കിലും കൈമ നന്നായി വഴറ്റും. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വിട്ടൊക്കെ കിടക്കും. പിന്നെ 2 ഗ്ലാസ് അരിക്ക് ഒരു 3.25 ഗ്ലാസ് വെള്ളം എന്നുള്ള, 4 ഗ്ലാസ് കറക്റ്റ് വേണം എന്നില്ല. അപ്പോൾ അങ്ങനെ മതി കേട്ടോ. പിന്നെ ഇതും ഞാൻ അതിൽ കണ്ടതാണ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക. അപ്പോൾ കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ളൊരു നെയ്ച്ചോറ് വരും എന്നുള്ളത്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. മിഥുനും രംഷേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ദാലും അടിപൊളിയാണ് കേട്ടോ. മസൂർ ദാൽ വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഭയങ്കര സിമ്പിളാണ്. ശരിക്കും സ്കൂളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തേക്കാറുണ്ട്. കാരണം ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കാനും. ഒരു 15-20 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പെട്ടെന്ന് ദാലാകുമ്പോൾ ഈ മസൂർ ദാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. വെന്തിങ്ങനെ ഉടക്കണം കേട്ടോ. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിക്കണം. ആ നേരം കൊണ്ട് ഇതിൻ്റെ റൈസ് റെഡിയായി 10 മിനിറ്റ് കൊണ്ട്. പിന്നെ ഈ അരച്ച തേങ്ങ നന്നായിട്ടൊന്ന് ചേർക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസിയാണ്. പിന്നെ ദാലിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും, അത് ഞാൻ പറയാൻ മറന്നതാണ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോഴേക്ക് നെയ്ച്ചോറിലേക്ക് നന്നായിട്ട് കാഷ്യും കിസ്മിസൊക്കെ ഇട്ട് നെയ്യിലിട്ട് ഇത്രയേ ഉള്ളൂ. നെയ്ച്ചോറ് ഭയങ്കര ഈസി. ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. സ്കൂളിലേക്ക് പിന്നെ ചിക്കൻ ഫ്രൈ ഒന്നും കൊടുത്തേക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. പിന്നെ അതിൽ വറവിടുമ്പോൾ കുറച്ച് മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചെറിയൊരു കളറിനും വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ഒരു എരിവിൻ്റെ ഒരു ടേസ്റ്റും ഫീൽ ചെയ്യും. പക്ഷെ നന്നായി വഴറ്റണം, പച്ചമുളക് പൊടി ആവരുത് കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് അടുത്ത പരിപാടി, ക്ലീനിങ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ, ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സമയം രാത്രി 8:30. ഇതാ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് അല്ല, നമ്മുടെ മെയിൻ ആയിട്ടുള്ള നാളത്തെ മീൽ പ്രപ്പിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എത്ര ദിവസം ഉണ്ടാവും ഈ ഇൻട്രസ്റ്റ്, എത്ര ആഴ്ചകൾ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. മീൽ പ്രപ്പിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട് ഞാൻ കാര്യമായിട്ടാണ് നാളെ എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. കാരണം നോർമൽ മീൽ പ്രപ്പിനേക്കാളും ഇരട്ടി സമയം വേണം അത് ഷൂട്ടിങ് ചെയ്യുമ്പോൾ. നോർമലി നമ്മളൊരു വീഡിയോ ഉച്ചയ്ക്കൊക്കെ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ 1 മണിക്കൂർ വേണ്ട. ഷൂട്ടിങ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2-3 മണിക്കൂർ വേണം. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരട്ടെ. എന്നിട്ട് അതൊക്കെ നാളെ റെഡിയാക്കി വെച്ച് നാളെ സംഭവം തീർത്ത് നോക്കട്ടെ. ആ 3 ദിവസം നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 3 ദിവസത്തേക്കാണെങ്കിൽ മാക്സിമം ചെയ്യുന്നുള്ളൂ. കാരണം എനിക്കത് ആവശ്യമുള്ളൂ. അങ്ങനെ ശരിയാവുകയാണെങ്കിൽ പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ, ഒരാഴ്ച കംപ്ലീറ്റ് ഫുഡ് ഞാൻ എന്തായാലും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മെയിൻ വേണ്ടത് സാറ്റർഡേ സൺഡേ ആണ്. അപ്പോൾ അത് ഒരു ദിവസം കൂടെ മുന്നേ എന്നുള്ള ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. നോക്കാം അല്ലേ? എന്തായാലും ചേട്ടന് പറയാനുള്ളത്? ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യുക ഒക്കെ നഷ്ടമാണ്. ബ്ലിങ്കിറ്റ് എക്സ്ട്രാ പൈസ പോവും. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കില്ല, ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുന്ന പോലൊരു ഫീല്, പണികളൊന്നും നടക്കുന്നില്ല. അപ്പം ഇതൊന്നും ശരിയാവണില്ല. അങ്ങനെ ഒന്ന് നോക്കട്ടെ ശരിയാക്കുമെന്ന് അല്ലേ, മീൽ പ്രപ്പ് ശരിയാവുമോ എന്നുള്ളത്. അതൊക്കെ അടിപൊളിയാവും, സൂപ്പറാവും. യെസ്. അപ്പോൾ എനിക്കും കുറച്ച് റെസ്റ്റ് കിട്ടും, അതും കൊണ്ടൊരു കാര്യമാണ്. യെസ്, നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മീൽ പ്രപ്പൊക്കെ ചെയ്യുന്ന നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ എഴുതൂ. അപ്പോൾ എനിക്ക് കൂടുതൽ മോട്ടിവേഷനാവും. അങ്ങനെ പുറത്തൊക്കെ പോയി വന്നു. ഇതാ എനിക്കൊന്ന് മേലൊക്കെ കഴുകണം. ഇങ്ങനെ ആകെ ഇങ്ങോട്ട് ടയേർഡായ പോലെ ഇല്ലേ, മീൻസ് ടയേർഡായി എന്ന് പറഞ്ഞാൽ ചൂടുകൊണ്ട് ആകെ ഇങ്ങനെ എന്തോ പോലെ ആയി. എനിക്ക് തന്നെ മുഖമൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഒന്ന് പോയിട്ട് ത്രെഡൊക്കെ ചെയ്യണം, കുറച്ച് പണിയുണ്ട്. കാണുമ്പോൾ എന്തോ പോലെ ഇങ്ങനെ ഭയങ്കര ഒരു
ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ നാട്ടിൽ നല്ല അടിപൊളി മഴയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണം ഒരു രസമില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. എന്നാണ് മഴ പെയ്യുക ഫുൾ ടൈം എ സിയുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പുറത്ത് ഇറങ്ങാനേ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഹ്യൂമിഡിറ്റിയാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റി. അയ്യോ. അപ്പോൾ ബോംബെയിൽ മാത്രമല്ല തോന്നുന്നു അല്ലേ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല ചൂട് തന്നെ. നാട്ടിൽ മാത്രമാണ് നല്ലൊരു മഴ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പം നമ്മൾ സിനിമ ആസ് യൂഷ്വൽ വീക്കെൻഡ് സിനിമ കാണാനുള്ള പരിപാടിയിലാണ്. അത് കുറേ സിനിമകളും സീരീസുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗുല്ലക്ക് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ 5th സീസൺ വന്നിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഹിന്ദി സീരീസാണ്. അതിൻ്റെ മുന്നത്തെ 4 എപ്പിസോഡുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര രസമാണ്. അതായത് ഒരു ഫാമിലി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു രസകരമായ ഒരു ഇതാണ് ഗുല്ലക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, അതിങ്ങനെ കാണാൻ പോവാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട് എന്തായാലും. അതെല്ലാം വെള്ളിയാഴ്ചയായിട്ടാണ് തോന്നുന്നു എപ്പിസോഡ്സ് വരുന്നത്. മുന്നത്തേക്ക് പിന്നെ ഓൾറെഡി ഉണ്ട്. 5-6 എപ്പിസോഡൊക്കെ ഉള്ളൂ ഓരോന്നിലും. ഭയങ്കര രസമാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. പഞ്ചായത്ത്, ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് സീരീസ് ഭയങ്കര ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ. അപ്പോൾ അങ്ങനത്തെ ഉള്ളതിലൊന്നാണ് ഈ ഗുല്ലക്ക്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് ഏതിലാണെന്ന് ചോദിച്ചാൽ ദൈവമേ എനിക്കൊരു ഐഡിയ. ഹോട്ട്സ്റ്റാറിലാണോ അറിയില്ല. പിന്നെ സിനിമ പറയുകയാണെങ്കിൽ മധുവിധു പറഞ്ഞ സിനിമ ഷറഫുദ്ദീൻ്റെ, അത് നല്ല സിനിമ കേട്ടോ. മീൻസ് നല്ല സിനിമ പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി. ഇങ്ങനെ എന്നും ഇങ്ങനെ ഭയങ്കരമായ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടേ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഒരു സുഖം. അങ്ങനത്തെ ഏതെങ്കിലും സിനിമ വന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് ഭയങ്കരമായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യാനും ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വെറുതെ ഒന്നൊരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും ഉള്ള ഒരു തമാശ, എന്തെങ്കിലും ഒരു തമാശ പടമാണെങ്കിലും അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണു. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നമ്മളിപ്പോൾ തോന്നുന്നു. പണ്ടൊക്കെ സത്യനന്ദിക്കാരൻ്റെ ഫിലിംസ്, അല്ലെങ്കിൽ ഒരുപാട് ശ്രീനിവാസൻ്റെ ഫിലിംസ്, അങ്ങനെ കുറേ ഒക്കെ ഇപ്പോൾ ജയറാമിൻ്റെ സിനിമ ഒക്കെ ഒരു ഫീൽ ഗുഡ് കുറേ മൂവീസ് ഉണ്ട്. കുറച്ച് തമാശയും മേലെപറമ്പിൽ ആൻഡ്രിയുടെയൊക്കെ പോലത്തെ അങ്ങനത്തെയൊക്കെ ഭയങ്കര തമാശയും ഇതൊക്കെ ആയിട്ടുള്ള സിനിമകൾ എന്നൊക്കെ മാറി ഇപ്പോൾ വല്ലാത്ത തരം ലോജിക്കും ഭയങ്കര, അത് എനിക്കറിയില്ല നമ്മൾ മാറിയതാണോ എന്താ സംഭവം എന്നറിയില്ല. അതിൻ്റെ ഇടയിൽ തിയേറ്ററിൽ ഹിറ്റായിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ എന്നാലും വേണ്ടില്ല, OTTയിൽ നമുക്കിരുന്ന് കാണുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സമാധാനമായിട്ട് കുറച്ച് ചിരിച്ച് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര രസമല്ലേ. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സിനിമ ഇപ്പോൾ ഇഷ്ടമാവുന്നത്. അതുകൊണ്ട് എനിക്ക് മധുവിധു ഭയങ്കര ഇഷ്ടമായി, രമേശേട്ടന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ രണ്ടുപേരും പറയായിരുന്നു എങ്ങനെയാണ് തിയേറ്ററിൽ പൊളിങ്ങെന്ന് അറിയില്ല. ഭയങ്കര ഹിറ്റ് പടം എന്നൊന്നല്ല പറയണേ, ഒരു സമാധാനം കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഭാരം ഇറങ്ങിയ പോലെ കുറച്ചൊക്കെ ചിരിച്ച് അങ്ങനെ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യും. അതിൽ കുറേ ലോജിക്കൊന്നും നമ്മൾ തിങ്ക് ചെയ്യണില്ല കേട്ടോ. അതെന്തോ അങ്ങനെ ഒന്നും ആലോചിക്കണില്ല. സമാധാനം വേണം, അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് മധുവിധു ഇഷ്ടമായി. പിന്നെ ഗുല്ലക്ക് പിന്നെ എപ്പോഴും ഞാൻ പറയാറില്ല, ഇതാ കാണണം അതിൻ്റെ എപ്പിസോഡ്സ്. പിന്നെ ഇതാ വേറെ ഏതൊരു സിനിമയും കൂടെ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ, അത് രസമുണ്ട് കേട്ടോ. അത് കുറേയൊക്കെ തമാശയാണ് ആക്ച്വലി, രസമുണ്ട്. അത് ഒരു അവസാനമൊക്കെ വരെ രസം തന്നെയാണ് ആക്ച്വലി. അത് എനിക്കിഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ അത് രസമാവില്ല വിചാരിച്ചിട്ട് കുറേ പ്രാവശ്യം കാണാതെ പോയി. രസമില്ല എന്ന് പറഞ്ഞിട്ട്, വേണ്ട കാണണ്ട, രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാണാതെ പോയി. പിന്നെ കണ്ടപ്പോൾ നല്ല രസമായി. ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ചിരിക്കാൻ, അങ്ങനെ നമുക്ക് ചിരിക്കുമ്പോൾ രസമല്ല, ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ OTTയിൽ ഇറങ്ങുന്ന എല്ലാ പടവും ഇപ്പോൾ അങ്ങനത്തെയൊക്കെ പടങ്ങൾ ഇഷ്ടമായി. പാട്രിയോട്ട് കണ്ടിട്ടില്ല ആക്ച്വലി. എനിക്ക് അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ചിലർ പറയുന്നത് OTTയിൽ നല്ല റിവ്യൂ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ല. ഈ ഇടിയും അങ്ങനത്തെ ഒന്നും കാണാൻ വയ്യ. കുറച്ചൊക്കെ ഇരുന്ന് ചിരിച്ച്. ഇപ്പം അല്ലെങ്കിൽ അധികം നമ്മൾ എന്താ ചെയ്യാറിയോ, വൈകുന്നേരമായ ഇങ്ങനെ പണ്ടത്തെ സിനിമകളില്ലേ, ആ പണ്ടത്തെ സിനിമ അല്ലെങ്കിൽ പണ്ടത്തെ പാട്ടുകൾ, അധികം സിനിമയായിരിക്കും. ഇപ്പോൾ കല്യാണരാമൻ അല്ലെങ്കിൽ CID മൂസ അല്ലെങ്കിൽ പണ്ടത്തെ നാടോടിക്കാറ്റൊക്കെ ഞങ്ങൾ എന്നും വെക്കണം. ഫുള്ളിരുന്ന് കണ്ടില്ലെങ്കിലും ഒരു അവസാനം കിടക്കാറാകുമ്പോൾ ഉള്ള 1 മണിക്കൂർ കുറേ ചിരിച്ച് കിടന്നുറങ്ങുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അവസാനമായപ്പോൾ നാടോടിക്കാറ്റ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി രാവിലെ പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഇങ്ങനെ അപ്പോഴേക്കും മിഥുനെ കൊണ്ടുവരാൻ പോകണം, അതൊക്കെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ TV-യിൽ ആ പഴയ സിനിമ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, വെട്ടം, അങ്ങനെ ഏതെങ്കിലും ഒരു പടം, അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി. തന്ത വൈബും തള്ള വൈബൊക്കെ ആയതാണോ എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അല്ല, മിഥുനും ആക്ച്വലി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിഥുനും ഇങ്ങനത്തെ ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പണ്ടത്തെ മോഹൻലാലിൻ്റെ പടങ്ങളും. പക്ഷെ അവൾക്ക് നരസിംഹം
അങ്ങനത്തെ പടമൊന്നും ഇഷ്ടമല്ല. കാരണം അവൾക്ക് ഒരു ഡയലോഗും മനസ്സിലാവുന്നില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു നരസിംഹം കാണാൻ, പിന്നെ ഇതാ ആറന്തമ്പുരാൻ അങ്ങനെ ദേവാസുര അങ്ങനത്തെ പടങ്ങളൊന്നും അവൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചു. അവൾ എന്തൊക്കെയത് ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര നമ്മൾ അപ്പാരൽ മീനില്ലേ തോട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡയലോഗൊന്നും ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മിത്തുവിന്. അപ്പോൾ സബ് ടൈറ്റിലും ഇല്ലാന്ന് തോന്നുന്നു അതിൽ. അപ്പോൾ അവൾ പറയും എന്ത് സിനിമയുടെ ഇതൊക്കെ എന്താ പറയുക. അപ്പോൾ പക്ഷെ അവൾക്ക് ഇങ്ങനത്തെ തമാശ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമ റിവ്യൂസ്. ഇനി ബ്ലാസ്റ്റ് കാണണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി OTTയിൽ എന്നാ വരെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ തമിഴ് ഭയങ്കര അടിപൊളി സിനിമ എന്ന് പറയണ്ടല്ലോ ബ്ലാസ്റ്റ്. അഭിരാമിയുടെയും അർജുൻ്റെയും. ഞാൻ ഭയങ്കര അർജുൻ ഫാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് സിനിമയാണ് ഋത്തൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുണ്ടറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ തമിഴ്. ആ തമിഴ് ആ കാലത്ത് ഇറങ്ങിയ പടങ്ങൾ ഇതുപോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഇറങ്ങണില്ല. അപ്പോൾ ബ്ലാസ്റ്റ് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി ഞാൻ നീൽപ്രപ്പിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബൈ.